ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കാൽ കഴുകിച്ചൂട്ട്. സാധാരണയായി വിഷ്ണു പൂജ ചെയ്ത് പിതൃശുദ്ധി വരുത്തി തിലഹവനം സായുജ്യം ചെയ്ത് കാൽ കഴുകിച്ചൂട്ട്, പശുദാനം എന്നൊക്കെ വിപുലമായി ചെയ്യുന്ന ഒരു ക്രിയയിൽപ്പെട്ട ഒരു രീതിയാണ് കാൽ കഴുകിച്ചൂട്ട്. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ചാൽ പിതൃക്കളിലെ നിരന്തരമായ മോക്ഷം കിട്ടാതെയുള്ള അവസ്ഥ വരിക, അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ പ്രേതങ്ങളുടെ ഉപദ്രവം കാണുക, അല്ലെങ്കിൽ മുൻജന്മ ശാപങ്ങൾ കാണുക, ഗുരുശാപങ്ങൾ കാണുക, അടിക്കടി വരുന്ന കുടുംബപരമായിട്ടുള്ള അനർത്ഥങ്ങൾ വരിക. ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്ന ഒരു ക്രിയയാണ് കാൽ കഴുകിച്ചൂട്ട്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ പിതൃക്കളെ മോശപ്പെടുത്തുന്ന പൂജയ്ക്ക് മധ്യഭാഗത്തായിട്ടാണ് സാധാരണ ചെയ്ത് കാണുക. ചില ക്ഷേത്രങ്ങളിലൊക്കെ അതൊരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. മഹാസുദർശന ഹോമം ചെയ്ത് പീഠപൂജ, മൂർത്തിപൂജ എല്ലാം കഴിഞ്ഞ് ഭഗവാനും ഹോമത്തിലേക്കും ഭഗവാനെ ആവാഹിച്ച് നിവേദ്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഭഗവാനെ ഹോമത്തിലേക്ക് പീഠപൂജ, മൂർത്തിപൂജ ചൊല്ലി ഹവിസ് ഒക്കെ നേദിച്ച് ഒരു ക്രിയയാണ് ഹോമം. നെയ്യ് കൊണ്ടാണ് പീഠപൂജ, മൂർത്തിപൂജ ഒക്കെ ചെയ്ത് പൂർണ്ണാഹൂതി ഓം നമോ ഭഗവതേ വാസുദേവായ വൗഷൾ എന്ന് ചൊല്ലിയതിന് ശേഷം പിതൃശുദ്ധിക്കായി അതിക്ക് മുൻപായി പ്രേതാവാഹനം നടന്നിട്ടുണ്ടാവും. ആ പ്രേതങ്ങളെയൊക്കെ വെള്ളിയുടെ ആൾരൂപങ്ങളിലേക്ക്, അത് ഒഴിവനുസരിച്ചാണ് എത്ര പ്രേതമുണ്ട്, അല്ലെങ്കിൽ ആൺപ്രേതം പെൺപ്രേതം എന്നൊക്കെയുള്ള രീതിയിൽ വെച്ചതിന് ശേഷം പഞ്ചഗവ്യം, പുറ്റുമണ്ണ് എന്നിവയൊക്കെ ഉപയോഗിച്ച് കഴുകി, നാൽപ്പാമര വെള്ളത്തിൽ കഴുകി, അതൊക്കെ ഓരോ ദേശാന്തരമായിട്ട് വ്യത്യാസമുണ്ടാവാം. കഴുകിയെടുത്ത് അത് ഒരു ഇലയിൽ, നാക്കിലയിൽ വച്ച് ദർഭ വിരിച്ച് അക്ഷതം വിതറി അതിന് മീതെ നിരത്തി വയ്ക്കണം. ശേഷം ഭഗവാന്, അതായത് സുദർശന പത്മത്തിലേക്ക് പാൽപായസം നിവേദിക്കുക. അതിക്ക് മുന്നോടിയായി, ഭഗവാന് കൊടുക്കുന്നതിന് മുന്നോടിയായി ഭഗവാന്റെ ഇടത്ത് എള്ളിട്ട പാൽപായസം ഈ ആവാഹിച്ചു വെച്ചിട്ടുള്ള ഈ പിതൃക്കൾക്ക് കൊടുക്കണം. അതിനുശേഷം ഭഗവാന് പാൽപായസം നിവേദിച്ച് ശേഷം തിലഹവനം ചെയ്യുക. തിലഹവനം ചെയ്യുമ്പോൾ ഗീതാതൃഷ്ടുപ്പ്, അർജുനതൃഷ്ടുപ്പ് എന്നുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ, അഷ്ടാക്ഷരം, സുദർശനം എന്നുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ തിലം ഹവിക്കണം. തിലം ഹവിച്ച് എല്ലാം അതിൻ്റെ ഓർഡർ ഉണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്തതിന് ശേഷം കാൽ കഴുകിച്ചൂട്ട് നടത്തണം. കാൽ കഴുകിച്ചൂട്ട് എങ്ങനെ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് മറ്റുള്ളതൊക്കെ ഓടിച്ച് പറഞ്ഞത്. കാൽ കഴുകിച്ചൂട്ട് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, കാൽ കഴുകിച്ചൂട്ട് എത്ര പേരുണ്ടെങ്കിലും ചെയ്യാം, ഒരാളുണ്ടെങ്കിലും ചെയ്യാം. ആ കാല് കഴിച്ചു കൂട്ടുന്ന ആളെ കിഴക്കോട്ടിരുത്തണം.
മുൻപിൽ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കണം. ഒരു തളികയിൽ ദർഭപ്പുല്ല് വെച്ച് ഇരിക്കണം. അതിൻ്റെ ഇടത്തും വലത്തും ഓരോ ഇലയിലെ തുളസിയുടെ കടക്കിൽ നിന്ന് കുറച്ചേശം മണ്ണെടുത്ത് വയ്ക്കണം. ശേഷം ഈ ബ്രാഹ്മണനെ ഇരുത്തി കിഴക്കോട്ടിരുത്തി ഒരു പുഷ്പം ആ പാദത്തിലേക്ക് സമർപ്പിക്കണം. മൂലമന്ത്രത്താൽ വിഷ്ണു സങ്കല്പമാണ് അവിടെ. അതിനുശേഷം വലത് കാല് കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുക്കണം. ആ വലത് ഭാഗത്തിരിക്കുന്ന ആ തുളസിയുടെ കടക്കിൽ നിന്ന് എടുത്ത ആ മണ്ണുപയോഗിച്ച് വലത് കാല് കഴുകണം. നമ്മൾ ആരാണോ ക്രിയ ചെയ്യുന്ന ആൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാല് കഴിച്ചു കൂട്ടുന്ന ആ ആളാണ് ആ കാല് കഴുകേണ്ടത്. ശേഷം ഇടത്തെ ഇലയിലിരിക്കുന്ന തുളസിയുടെ കടക്കിൽ നിന്നെടുത്ത ആ മണ്ണ് ഇടത് ഭാഗവും കഴുകണം. കഴുകി കഴിഞ്ഞാൽ, അതായത് ഈ ദർഭയിൽ വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ വെച്ചിട്ടുള്ള ആ ദർഭയിലേക്കാണ് കാല് വെച്ചിട്ടാണ് ഇത് കഴുകുക. അതിനുശേഷം ആ വെള്ളമൊക്കെ മാറ്റി, ആ മണ്ണും ആ ഇലകളൊക്കെ മാറ്റി അദ്ദേഹത്തെ കിഴക്കോട്ട് തിരിച്ച് തന്നെ ഇരുത്തും. ആവണിപ്പലകയിൽ ഇരുത്തണം. അത് എത്ര പേരുണ്ടെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കണം. അത് തെക്ക് വശത്ത് നിന്ന് വടക്കോട്ടാണ് ഈ ക്രിയകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനമായി വന്ന ആ ആചാര്യനെ ആദ്യം ഇരുത്തണം. അങ്ങനെ വടക്കോട്ടിരുത്തണം എത്ര പേരുണ്ടെങ്കിലും. 3 പേരെങ്കിലും ഉണ്ടാകുന്നത് വളരെ വിശേഷമായി. അങ്ങനെ ചെയ്തിട്ട് അവരെ കിഴക്കോട്ട് തിരിച്ചിരുത്തി വെള്ളം കൊടുക്കണം. കുടിക്ക് നീര് കൊടുക്കുക എന്നാണ് പറയുക. വെള്ളം കൊടുക്കുക. അതിനുശേഷം ചന്ദനം കൊടുക്കുക. അപ്പോൾ ചന്ദനം അവർ വിഷ്ണു സങ്കല്പത്തിൽ ഗോപിക്കുറിയായി തൊടും. ശേഷം വെള്ളം കൊടുക്കുക. ഇടയിൽ വെള്ളം കൊടുക്കുക എന്നാണ് അതിൻ്റെ ചടങ്ങ്. ശേഷം വെള്ളം കൊടുക്കുക. ശേഷം പൂവ് കൊടുക്കുക. അപ്പോൾ ഈ പൂവൊക്കെ ആ ബ്രാഹ്മണന്മാർ അത് ചൂടും, മണത്ത് ചൂടും. ശേഷം മണി കൊട്ടാതെ ധൂപദീപങ്ങൾ കാണിക്കണം. വിഷ്ണുവിൻ്റെ മൂലമന്ത്രത്താലാണ് ആ പൂജ അവിടെ നടത്തുക. ശേഷം അവരിയ്ക്കുന്ന മുൻവശത്ത് ഒരിലയിട്ട് ആ ഇലയിൽ കുടിക്കുനീര് കൊടുക്കണം. കുടിക്കുനീര് കൊടുത്ത് അവരുടെ കയ്യിലും കുടിക്കുനീര് കൊടുക്കണം. ശേഷം നമ്മൾ അവരുടെ മുൻപിലിരിക്കുന്ന ആ ഇലയിൽ നിവേദ്യം എന്നുള്ള സങ്കല്പത്തിൽ നിവേദ്യം. ആ നിവേദ്യത്തിന് പ്രത്യേകതയുണ്ട്. കദളിപ്പഴവും ശർക്കരയും അതുപോലെ തന്നെ പാൽപ്പായസവും വിളമ്പണം. വിളമ്പുമ്പോൾ ഇടത് കൈ വിടരുത് എന്നാണ് അതിൻ്റെ ഒരു ക്രമം. 2 പ്രാവശ്യം ഉപസ്തരിക്കണം. നെയ്യ് കൊണ്ട് 2 പ്രാവശ്യം ഉപസ്തരിച്ച് കഴിക്കും. അതിനുശേഷം മറ്റൊരു നിവേദ്യം കൊടുക്കും. ഇഞ്ചി, തൈര്, പാൽപ്പായസം ഇതും കഴിക്കും. കഴിച്ചതിന് ശേഷം ഇടത് കൈ കഴുകാൻ വെള്ളം കൊടുക്കണം. ശേഷം എഴുന്നേറ്റ് ഇലയും ഉച്ചിഷ്ടമൊക്കെ കളഞ്ഞ് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം അവരെ അപ്പോഴാണ് പശു ദാനം ചെയ്യേണ്ടത്. അതായത് പശുവിനെ ദാനം ചെയ്യുന്നൊരു ക്രിയ കൂടിയുണ്ട്. അതായത് നമുക്ക് പശുവിനെയും കുട്ടീനെയും കൂടി കൊടുക്കുന്ന ഒരു ക്രിയയാണ് അത്, പശു ദാനം എന്നത്. അപ്പം ഇന്ന് കാലത്ത് അതൊന്നും നടപടിയാവില്ല. കൊടുത്താൽ തന്നെ ആരും വാങ്ങില്ല. കാരണം അതിനൊക്കെ പരിപാലിച്ചു കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്.
അപ്പം അതിന് ബദലായിട്ട് ഒരു വസ്ത്രത്തിൽ 3 കോയിൻ വെച്ചിട്ട് പശുവിൻ്റെ മുലയാണെന്ന് സങ്കല്പിച്ച് അവർ കൊടുക്കുക. ഇതിന് ശേഷം ഭഗവാന് വെച്ച നിവേദ്യങ്ങളൊക്കെ മാറ്റി ഭഗവാനെ പൂജിച്ച്, അതായത് പ്രസന്ന പൂജയൊക്കെ കഴിച്ച് ഭഗവാന് ഹോമാവസാനം ഉദ്ദേശിക്കുന്ന ക്രിയയാണ്. ഇതിൽ പ്രധാനം ഞാൻ എടുത്തത് കാൽകഴിച്ചൂട്ടാണ്. ഇതാണ് കാൽകഴിച്ചൂട്ട്. എന്തിനാണ് കാൽകഴിച്ചൂട്ട് എന്ന് നടത്തുന്നത് വെച്ചാൽ, ഒരുപാട് പൂജാവിധാനങ്ങൾ ചെയ്തിട്ടും ഫലം കിട്ടാത്ത വ്യക്തികൾ ചെയ്യുന്ന ഒരു ക്രിയയാണ്. ഇതിന് സാമ്പത്തിക ചെലവ് കൂടുതലാണ്. കാരണം ഈ ബ്രാഹ്മണർക്ക് ഇന്ന് നമ്മൾ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ബ്രാഹ്മണരായ കുട്ടികളൊക്കെ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പൂജയ്ക്ക് പോകുമ്പോൾ അവരെല്ലാ മത്സ്യമാംസാദികളും കഴിക്കുന്നവരായി. നാട്ടിൽ വരുമ്പോൾ അവർ പൂണിലെടുത്തിടുന്ന ഒരവസ്ഥ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മനസ്സാ വാച കർമ്മണ, ഒരാളെ ഉപദ്രവിക്കാതെ, ഇങ്ങോട്ട് തല്ലിയാലും അങ്ങോട്ട് തല്ലാതെ നാരായണ മന്ത്രം ചൊല്ലി ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. അത് എല്ലാ മതത്തിലും പെട്ടവനാവും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് നമ്മൾ നേടിയെടുക്കേണ്ട അവസ്ഥയാണ്, അല്ലാതെ നമ്പൂതിരി അല്ല ബ്രാഹ്മണൻ. അവൻ്റെ ഹൃദയത്തിന് കുറുകെയാണ് ആ പൂണുനൂല് ധരിക്കുക. അത് പഠിച്ച് എടുക്കേണ്ട ഒരവസ്ഥയാണ്, അല്ലാതെ അതൊരു ജാതിയല്ല. പിൻകാലത്ത് അത് ഒരു ഗോത്രക്കാർ അത് അവരുടെ ഒരു അവകാശമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിന് ഈശ്വരനോ നമ്മുടെ വേദങ്ങളോ ഭാരത സംസ്കാരങ്ങളോ ഒന്നും അതിന് പ്രാപ്തരല്ല. ഒന്നും അവർക്ക് അതിനൊന്നും അതിന് ഉത്തരവാദികളല്ല എന്ന് പറയുന്നതായിരിക്കും വളരെ നല്ലത്. ഇതാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഈ കാൽകഴിച്ചൂട്ട് നടത്തുക. ഇന്ന് പല ഇല്ലങ്ങളിലും ഇങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കാരണം ഉത്തമരായ ബ്രാഹ്മണരുണ്ട്. എൻ്റെ അറിവിൽ 2-3 വ്യക്തികളും ഇല്ലങ്ങളൊക്കെ ഇപ്പോഴും അതേ സിസ്റ്റത്തിൽ പോകുന്ന ആൾക്കാരെ ഞാൻ കാണാനിട വന്നു. അതൊക്കെ നമ്മൾ നമസ്കരിക്കണം അവരെ. കാരണം ഈ കലിയുഗത്തിൽ ഇത് മുറുകെ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ പറയുമ്പോൾ അവർ അത് സമ്മതിക്കാറുണ്ട്. ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ചിലരൊക്കെ സമ്മതിക്കാറുണ്ട്. കാരണം നമ്മളിൽ അറിവുള്ളത് കൊണ്ട് അവർ നമ്മളെ വിലയിരുത്തുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മളതിനുള്ള ഒരു മൂലധനം ആ വ്യക്തിയെ കൊണ്ട് കൊടുപ്പിക്കും. ചിലരൊക്കെ 500 കൊടുത്താൽ മതിയോ 1000 കൊടുത്താൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ വില പേശുന്ന കേൾക്കുമ്പോൾ വളരെ ലജ്ജ തോന്നാറുണ്ട്. അവർക്ക് വേണ്ടി പൂജ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് പോലും തോന്നാറുണ്ട്. കാരണം ഇത് ബ്രഹ്മഹത്യാശാപങ്ങളും ഗുരുശാപങ്ങളും ജന്മജന്മാന്തര ശാപങ്ങളും തീരുന്ന ഒരു ക്രിയയാണ്, താന്ത്രിക ക്രിയയാണ്. അതിന് ഫലമുണ്ട്. പൂജാവിധാനങ്ങൾക്ക് ഫലമുണ്ട്, ജ്യോതിഷത്തിന് ഫലമുണ്ട്, കർമ്മത്തിന് ഫലമുണ്ട്, ഓരോന്നിനും ഫലമുണ്ട്. പിൻകാലത്ത് ഇത് വംശീയമായിട്ടും ജാതിപരമായിട്ടുള്ള ഒരു സിസ്റ്റമാക്കി മാറ്റി എന്ന് മാത്രം. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഈ പണം അവർ കൈപ്പറ്റി കഴിഞ്ഞാൽ അവരുടെ ഒരു ഉദ്ദേശം ഈ ജന്മത്തോടു കൂടി മോക്ഷം കിട്ടണമെന്ന് മാത്രമാണ് അവരുടെ ഉദ്ദേശം, സാത്വികം. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ ദുരിതം കൂടി ഏറ്റെടുക്കണത് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് ഓത്തും കർമ്മവും ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും നിൽക്കാതെ, ഇത്തരം ക്രിയകൾക്ക് നിൽക്കാത്ത. ഇനി നിന്നെങ്കിൽ തന്നെ അതിന് മനസ്സറിഞ്ഞ് നമ്മൾ ആ ഗുരുവിന് ദക്ഷിണ കൊടുക്കണം. അരി സാമാനങ്ങൾ, അതിനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് പണം കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് മുറുക്കാൻ വെറ്റില അടക്കല അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കൊടുത്ത് മനസ്സ് തെളിയിക്കുക. അപ്പോഴാണ്
ബ്രഹ്മഹത്യാ ശാപങ്ങളും ഉരുശാപങ്ങളും നമ്മുടെ തലയിൽ നിന്ന് ഊരിപ്പോകുള്ളൂ. ഇതൊക്കെ അതികഠിനമായ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഓരോ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക, കൊല്ലുക, ഇങ്ങനെ പറയാൻ പറ്റാത്ത അത്ര ദുഷ്ക്രിയകൾ ചെയ്യുക, നരകിപ്പിക്കുക ഒരാളെ കൊണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ക്രിയകൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ആ തറവാടാണ്, അല്ലെങ്കിൽ അവർ അടുത്ത ജന്മത്തിലാണ് ഇത്തരത്തിലുള്ള ക്രിയകൾക്കും ദുരിതങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരിക. ചിലർ പറയും അവർ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരുടെയൊക്കെ ആ മുൻജന്മത്തിലോ ചെയ്ത പുണ്യങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത ജന്മത്തിലാവും ചിലപ്പോൾ ആ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുക. ഇത്തരം അറിവുകൾ ഒരുപാട് ഗുരുക്കന്മാർ, നമ്പൂതിരിമാരിൽ നിന്ന് പഠിക്കേണ്ടായി, മലബാര കർമ്മങ്ങളിൽ നിന്ന് പഠിക്കേണ്ടായി, മറ്റുള്ള വിഭാഗങ്ങൾ, താഴ്ന്ന ആൾക്കാരിൽ നിന്നും, ഈഴവ സമുദായം, അങ്ങനെയുള്ള പല പല സമുദായങ്ങളിൽ നിന്നൊക്കെ ഓരോരോ ഗോത്രകർമ്മങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന് അത് പഠിച്ചെടുത്തതിൻ്റെ ഒരു ഫലം. വേറെ ഒന്നിനല്ല, ഇതറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ സംസ്കാരം. അതിൻ്റെ ഒരു പാച്ചിലായിരുന്നു ചെറുപ്പകാലങ്ങളിലെല്ലാം. അച്ഛനിൽ നിന്ന് വിദ്യ പഠിച്ചെങ്കിലും സാത്വിക പൂജകളും താന്ത്രിക പൂജകളും മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച് എന്താണെന്നറിയാൻ വേണ്ടി മാത്രം പഠിച്ചു. ആ കൊച്ചു ആയിരമാകുന്ന കൊച്ചു അറിവുകൾ, ഈ താന്ത്രിക ക്രിയകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഈ അറിവുകളെല്ലാം ഇതൊക്കെ ഗുരുക്കന്മാരെ ശിഷ്യപ്പെട്ടിട്ട് കൊടുക്കുന്ന ഒരു വിദ്യയാണ്, ഒരു താന്ത്രിക കർമ്മമാണ്. പണ്ടുകാലത്ത് നമ്പൂതിരി വംശം മാത്രം ചെയ്തിരുന്ന ഒരു ക്രിയയാണ്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബമഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, അമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുക്കുക. ഉത്തമനായ ബ്രാഹ്മണന് ഇത്തരത്തിലുള്ള കാലുകഴിച്ചൂട്ട് നടത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യപൂർത്തി ഉണ്ടാവട്ടെ. ഗോബ്രാഹ്മണേ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി.